ചരക്കുകപ്പലിൽ നിന്നും പുറത്തുവന്ന പ്ലാസ്റ്റിക് ഗ്രാനൂൾസ് ഇപ്പോഴും തിരമാലകൾ കയറി തീരദേശത്തെ ദുരന്തമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോവളം ഉൾപ്പെടെ തിരുവനന്തപുരം തീരത്ത് വലിയ തോതിൽ ഗ്രാനൂൾസ് അടിഞ്ഞുകൂടിയതോടെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ദിവസങ്ങളായി തീരത്ത് വലിയ തോതിൽ തൊഴിലാളികൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഗ്രാനൂൾസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരും ഫിഷറീസ് വകുപ്പും ഇടപെട്ട് കുടുംബശ്രീ യൂണിറ്റിനെയും അയൽക്കൂട്ടങ്ങളെയും സൊസൈറ്റിയും കൊണ്ട് ഗ്രാനൂൾസ് സമാഹരിക്കുകയാണ്. സമാഹരിച്ച ഗ്രാനൂൾസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ വ്യക്തതയില്ല. ഇതിന് ഉദ്ദേശിച്ചിട്ടുള്ള ഡിസ്പോസൽ സംവിധാനം എന്താണ്? ഈ ഗ്രാനൂൾസ് കപ്പലിൽ നിന്നും പുറത്തു വന്നത് എത്ര ടൺ ആയിരുന്നു എന്നതും വ്യക്തമല്ല. ഇവ തീരത്ത് അടിയുന്നതിനാൽ തന്നെ എത്ര ദിവസം ഗ്രാനൂൾ ശേഖരണം തുടരും എന്നതും അനിശ്ചിതമാണ്. തൊഴിലാളികൾക്ക് ശാരീരിക തളർച്ചയും അസ്വസ്ഥതയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. എന്നാൽ ആരോഗ്യവകുപ്പോ ജില്ലാ ഭരണകൂടമോ ഇതുവരെ കൂടുതൽ വ്യക്തതയുള്ള മാർഗനിർദ്ദേശങ്ങളുമായി എത്തിയിട്ടില്ല. ഇതുവരെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും വിഷയത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള തെളിഞ്ഞ മറുപടിയും ഉണ്ടായിട്ടില്ല. മഴയ്ക്ക് ശേഷം വീണ്ടും കടലിലേക്ക് ഇത് പോകുന്നതും വലിയ പ്രശ്നമാണ്. ഗ്രാനൂൾസ് എന്തായാലും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. മത്സ്യസമ്പത്തിനെ ഇത് ദോഷകരമായി ബാധിക്കാതെ നോക്കേണ്ടതുമാണ്. എന്നാൽ ഇത്തരമൊരു പ്രവർത്തനം ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇതിൻ്റെ മാലിന്യ സംസ്കരണം എങ്ങനെ നടക്കുന്നു? മറ്റ് തീരങ്ങളിലെത്തുന്ന ഗ്രാനൂൾസ് എങ്ങനെ കണ്ടെത്തുന്നു? ഇവയൊക്കെ വ്യക്തത വരേണ്ട വിഷയങ്ങളാണ്. ഒറ്റപ്പെട്ട രക്ഷാപ്രവർത്തനം പോലെയല്ലത്. ഇതൊരു സംഘടിത പരിസ്ഥിതി ദുരന്തമാണ്. സർക്കാർ ഇതിനു വേണ്ടുന്ന നടപടികൾ ഉടനെ തന്നെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.